ഹലോ. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 11 ചാപ്റ്റർ 1 സെറ്റ്സ് ആണ്. സോ സെറ്റ്സ് ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ് കേട്ടോ. സോ ഫസ്റ്റ് എന്താ സെറ്റ് എന്ന് നോക്കാം. സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. സോ എന്താ ഈ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ set of all natural numbers less than 5. So ഇതൊരു വെൽ ഡിഫൈൻഡ് സെറ്റ് ആണ്. ഓക്കെ, അതായത് ഇതിലെ എല്ലാ നമ്പേഴ്സും നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം. നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ഇസ് ലെസ് ദാൻ 5 എന്ന് പറഞ്ഞാൽ ഏതൊക്കെ നമ്പേഴ്സ് ആയിരിക്കും? നാച്ചുറൽ നമ്പർ സ്റ്റാർട്ടിങ് വിത്ത് 1 അല്ലേ? സോ 1, 2, 3, 4 വരയ്ക്കും. 5 ഇൻക്ലൂഡ് ചെയ്യണ്ട, ലെസ് ദാൻ 5 എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അതേപോലെ വേറൊരു സെറ്റ് പറയുകയാണെങ്കിൽ സെറ്റ് ഓഫ് ഓൾ integers between -3 and +5. ഓക്കെ, ഈ ഇൻറ്റീജേഴ്സ് -3യുടെയും +5ന്റെയും ഇടയിലുള്ള നമ്പേഴ്സ് ആണ്. ഇവിടെ -3യും 5ഉം ഇൻക്ലൂഡ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ ഏതൊക്കെ നമ്പേഴ്സ് ആയിരിക്കും? -2 തൊട്ട് തുടങ്ങണം. -2, -1, 0, 1, 2, 3, 4. ഇത്രയും നമ്പേഴ്സ് വെൽ ഡിഫൈൻഡ് ആണ്. നമുക്ക് ഒരു കൺഫ്യൂഷനും ഇല്ലാണ്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് ആണ്. സോ ഇതിനെയാണ് നമ്മൾ വെൽ ഡിഫൈൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, വെൽ ഡിഫൈൻഡ് കളക്ഷൻ എന്ന് പറയുന്നത് നമുക്കൊരു കൺഫ്യൂഷൻ ഇല്ലാണ്ട് നമുക്ക് കിട്ടുന്ന നമ്പേഴ്സിനെയാണ് വെൽ ഡിഫൈൻഡ് കളക്ഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, സെറ്റ് ഓഫ് ഓൾ vowels in English alphabet. ഇംഗ്ലീഷ് ആൽഫബറ്റിലെ വവൽസ് ഏതൊക്കെയാ? എ, ഇ, ഐ, ഒ, യു. ഓക്കെ, ഇതും ഒരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ആണ്. ആൻഡ് ഒരു കാര്യം പറയാനുള്ളത്, സെറ്റ് നമ്മൾ എപ്പോഴും ഒരു ക്യാപിറ്റൽ ലെറ്റേഴ്സ് വെച്ചിട്ട് വേണം റെപ്രസെന്റ് ചെയ്യാൻ. ഇപ്പൊ ഞാൻ ഈ വവൽസിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് നോക്കിക്കോളൂ. സോ ഞാനൊരു ക്യാപിറ്റൽ ലെറ്റർ കൊടുത്തു അല്ലെ? എ, ബി, ഏത് ലെറ്റർ വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, ആൻഡ് ഇതിന്റെ ഉള്ളിൽ വവൽസ് എഴുതണം. എ, ഇ, ഐ, ഒ, യു. ഓക്കെ, ഇവിടെ നമുക്ക് എ, ഇ, ഐ, യു ക്യാപിറ്റലും എഴുതാൻ പറ്റും. പക്ഷെ നമ്മൾ സെറ്റിന്റെ ഉള്ളിൽ എപ്പോഴും സ്മോൾ ലെറ്റേഴ്സ് മാത്രം യൂസ് ചെയ്യണം. സെറ്റ് റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്യണം. ഓക്കെ, ഇത് ക്യാപിറ്റൽ ആയിരിക്കണം. ആൻഡ് ഇതിന്റെ ഉള്ളിൽ യൂസ് ചെയ്യുന്ന നമ്പേഴ്സ് സ്മോൾ ലെറ്റേഴ്സ് ആയിരിക്കണം. ഓക്കെ, സോ അത്രയും കാര്യങ്ങൾ മനസ്സിൽ വയ്ക്കുക. ഇനി നെക്സ്റ്റ്, there are two methods of representing a set. ഓക്കെ, രണ്ട് രീതിയിൽ നമുക്ക് സെറ്റ് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഒന്ന് റോസ്റ്റർ ഫോം ആൻഡ് മറ്റൊന്ന് സെറ്റ് ബിൽഡർ ഫോം. റോസ്റ്റർ ഫോമിന് വേറൊരു രീതിയിൽ പറയാം, ടാബുലർ ഫോം എന്ന് പറയാം. നമ്മൾ റോസ്റ്റർ ഫോം തന്നെയാണ് യൂസ് ചെയ്യാറ് കേട്ടോ. സോ നമുക്ക് റോസ്റ്റർ ഫോമിൽ എങ്ങനെയാണ് സെറ്റ് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഒരു ക്വസ്റ്റ്യൻ, ഒരു എക്സാമ്പിൾ തരാം. The set of all natural numbers which divides (42). Okay, so natural numbers which divides 42. So അതിനെ നമുക്ക് റോസ്റ്റർ ഫോമിൽ എഴുതാം, സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാം. സോ റോസ്റ്റർ ഫോം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ നമ്പേഴ്സ്, അതായത് നമ്പേഴ്സ് വിച്ച് ഡിവൈഡ്സ് 42, അതിനെയൊക്കെ കൂടിയിട്ട് ഒരു സെറ്റിലിന്റെ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ എഴുതുന്നതാണ്. എല്ലാ നമ്പേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ എഴുതണം. ഓക്കെ, സോ എ നമ്പർ, നാച്ചുറൽ നമ്പർ വിച്ച് ഡിവൈഡ്സ് 42 എന്ന് പറയുമ്പോൾ ഏതൊക്കെ നമ്പേഴ്സ് ആയിരിക്കും? 1 അല്ല, ഓഫ് കോഴ്സ് 1 42നെ ഡിവൈഡ് ചെയ്യും. ദെൻ 2, 3, 4 ഡിവൈഡ് ചെയ്യില്ല, 5 ഡിവൈഡ് ചെയ്യില്ല, 6 ഡിവൈഡ് ചെയ്യും, 7, ദെൻ 14 ഡിവൈഡ് ചെയ്യും, 21 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും, ദെൻ 42. സോ നമുക്ക് ഇതിനെ ഏതെങ്കിലും ആൽഫബറ്റ് വെച്ച് റെപ്രസെന്റ് ചെയ്യാം. A ഈക്വൽ ടു 1, 2, 3, 6, 7, 14, 21, 42. സോ ഇതിനെയാണ് നമ്മൾ റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് എല്ലാ നമ്പേഴ്സിനെ നമ്മൾ ലിസ്റ്റ് ചെയ്ത് എഴുതുന്നതിനെയാണ് നമ്മൾ റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. ഇനി ഇതിനെ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാം. ഓക്കെ, സോ സെയിം തിങ് നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാൻ പോവാണ്. ഇതെങ്ങനെയാന്ന് വെച്ചാൽ A ഈക്വൽ ടു സെറ്റിന്റെ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ തന്നെ x എന്നുള്ളൊരു നമ്പർ, x such that x is a natural number which divides 42. ഓക്കെ, സോ ഇതാണ് സെറ്റ് ബിൽഡർ ഫോം. നമ്മൾ എന്താണ് ചോദിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ എടുത്ത് എഴുതുന്നതാണ് സെറ്റ് ബിൽഡർ ഫോം. റോസ്റ്റർ ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ചോദിച്ചിരിക്കുന്നത് അത് ലിസ്റ്റ് ചെയ്തിട്ട് എല്ലാ നമ്പേഴ്സും എഴുതുന്നതിനാണ് റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. Write the solution set of the equation x square plus x minus 2 equal to 0 in roster form. സോ തന്നിരിക്കുന്ന ഒരു ഇക്വേഷൻ ആണ്. ഇറ്റ് ഈസ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലേ? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2 ഈക്വൽ ടു 0. ഇതിന്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്, സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. നമ്മൾ എങ്ങനെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം? നമുക്ക് സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം മെത്തേഡ് യൂസ് ചെയ്തിട്ട് സൊല്യൂഷൻ കണ്ടുപിടിക്കാം അല്ലേ? അപ്പോൾ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം മെത്തേഡ് എന്താ? ഇവിടെ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റും കോൺസ്റ്റന്റ് ടേമും മൾട്ടിപ്ലൈ ചെയ്യാം. സോ 1 ഇൻറ്റു മൈനസ് 2, അപ്പം എന്താ കിട്ടുന്നത്? മൈനസ് 2 കിട്ടുന്നുണ്ട്. ആൻഡ് എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താ? 1. അപ്പോൾ ഈ മൈനസ് 2, അതായത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 2ഉം ആഡ് ചെയ്യുമ്പോൾ 1ഉം കിട്ടുന്ന രണ്ട് നമ്പേഴ്സ് കണ്ടുപിടിക്കാം. ഓക്കെ, സോ നമുക്ക് 1ഉം 2ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 2 കിട്ടുന്നുണ്ടല്ലോ അല്ലേ? പ്ലസ് 1 സോറി പ്ലസ് 1 ആഡ് ചെയ്യുമ്പോൾ കിട്ടണമെങ്കിൽ നമ്മൾ ഇവിടെ മൈനസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ മൈനസ് 1 ഇൻറ്റു 2 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് 2 കിട്ടും. ആൻഡ് മൈനസ് 1 പ്ലസ് 2 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടും. ഓക്കെ, സോ ഈ രണ്ട് നമ്പേഴ്സ് മൈനസ് 1ഉം 2ഉം എടുത്തിട്ട് ഈ സെന്റർ ഈ എക്സിന്റെ പാർട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. സോ എക്സ് സ്ക്വയർ പ്ലസ് എക്സിന് പകരം നമുക്ക് മൈനസ് എക്സ് പ്ലസ് 2x എന്ന് എഴുതാം. ഓക്കെ, മൈനസ് എക്സ് പ്ലസ് 2x എന്ന് എഴുതാം. സോ മൈനസ് എക്സ് പ്ലസ് 2x മൈനസ് 2 ഈക്വൽ ടു 0. ഓക്കെ, സോ ഇനി ഫസ്റ്റ് രണ്ട് ടേം എടുക്കണം, എന്നിട്ട് അതിന്ന് എക്സ് പുറത്തേക്ക് എടുക്കാം. എക്സ് മൈനസ് 1 എന്ന് കിട്ടും. എക്സ് ആണ് അതിൽ കോമൺ ടേം. ആൻഡ് സെക്കൻഡ് ആയിട്ട് വരുന്ന രണ്ട് ടേംസ് എടുക്കാം. അതിന്ന് 2
പുറത്തേക്ക് എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ